അരുൺ, ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. CPM എന്നും ഒരു വർഗീയ വിഭജനത്തിലൂടെ കേരളത്തിൽ തങ്ങളുടെ നിലപാട്, തങ്ങളുടെ ശക്തി ഉറപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ്. അതിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട്. നമുക്കറിയാം, 1991 ഒരു ജില്ലാ കൗൺസിൽ ഇലക്ഷൻ കാലത്ത് ഞങ്ങൾ ഇറാഖിനൊപ്പം, ഞങ്ങൾ സദ്ദാം ഹുസൈനൊപ്പം, നിങ്ങൾ ആർക്കൊപ്പം എന്ന് ചോദിച്ച് മുസ്ലിം വോട്ടുകൾ ഉറപ്പിക്കാൻ ശ്രമം നടത്തി. അങ്ങനെ തുടർച്ചയായി ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളെ കൂടെ നിർത്തിക്കൊണ്ട് മറുവിഭാഗത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട് ഒരു വർഗീയ വിഭജനത്തിലൂടെ വോട്ട് സമാഹരിക്കുകയും അധികാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ദീർഘകാലത്തെ പാരമ്പര്യം CPM-നുണ്ട്. പിണറായി വിജയൻ അധികാരത്തിലേറിയ ശേഷം പിണറായി വിജയൻ എന്നും ശ്രമിച്ചിരുന്നത് കേരളത്തിലെ പൊളിറ്റിക്കൽ നരേറ്റീവിനെ CPM-ഉം BJP-യും തമ്മിലാക്കി മാറ്റുക. ഒരു ഭാഗത്ത് CPM, ഒരു ഭാഗത്ത് BJP, കോൺഗ്രസിനെ അപ്രസക്തമാക്കുക എന്നൊരു നിലപാടാണ് പിണറായി വിജയൻ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ശബരിമല വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാട് അത് തന്നെയായിരുന്നു. അദ്ദേഹം ആചാരങ്ങളെല്ലാം മാറ്റേണ്ടതാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പുത്തരിക്കണ്ടം മൈതാനം മുതൽ കാസർഗോഡ് മല്ലികാർജ്ജുന ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വരെ സമ്മേളനങ്ങൾ നടത്തിയത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അനിൽകുമാർ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. സലീംകുമാർ പറഞ്ഞ പോലെ എനിക്കാണോ വട്ടായത് അതോ ലോകത്തിന് മൊത്തം, നാട്ടുകാർക്ക് മൊത്തം വട്ടായി പോയതാണോ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഇതേവരെ ധരിച്ചിരുന്നത് ആചാര ലംഘനത്തിന് വേണ്ടി പിണറായി വിജയൻ നിലകൊണ്ടു, സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി പിണറായി വിജയൻ നിലകൊണ്ടു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അനിൽകുമാർ പറയുന്നതായിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമുക്കറിയാം, ശബരിമലയിൽ 2 സ്ത്രീകൾ പ്രവേശിച്ചു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അവരെ അവിടെ എത്തിച്ചത് പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ്. അത് ആചാര ലംഘനമല്ലെങ്കിൽ പിന്നെ എന്താണ് ആചാര ലംഘനം? ഏതാണ്ട് 25,000-ഓളം കേസുകൾ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഇന്നും നിലവിലുണ്ട്. ആ കേസുകളിലെല്ലാം മഹാഭൂരിപക്ഷത്തിലെയും പ്രതികൾ NSS അനുഭാവികളും പ്രവർത്തകരുമാണ്. ഈ കേസുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നിട്ടും NSS-ൻ്റെ പ്രതിനിധികളെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു, NSS-നുമായി ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു എന്നൊക്കെ പറയുന്നതിൽ വളരെ വൈചിത്ര്യമുള്ള കാര്യങ്ങളാണ്. 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് CPM ശ്രമിച്ചത് സംഘപരിവാറിൻ്റെ ഒരു ഭാഗത്ത് നിർത്തി കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഞങ്ങളോടൊപ്പം നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് പറയുവാൻ വേണ്ടി കേരളത്തിലെ പൊളിറ്റിക്കൽ നരേറ്റീവിനെ CPM വേഴ്സസ് BJP ആക്കി മാറ്റാൻ ശ്രമിക്കായിരുന്നു. കോൺഗ്രസ് വളരെ ബുദ്ധിപരമായി ഇടപെട്ടതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല. കോൺഗ്രസിന് ആ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രയോജനങ്ങളുണ്ടായി. അന്ന് തന്നെ CPM ആ നിലപാട് ഉപേക്ഷിച്ചു. വീടാന്തരം കയറി ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ CPM പിന്നീട് ഒരിക്കലും നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും CPM പ്രത്യേകിച്ച് പിണറായി വിജയൻ വിഷയമാകെ മാറ്റി. അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ചാണ് സംസാരിച്ചത്. പൗരത്വ ഭേദഗതി ബില്ലിനെ കോൺഗ്രസ് വേണ്ട വിധം എതിർക്കുന്നില്ല, അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കണം, സംഘപരിവാറാണ് അപ്പുറത്തുള്ളത് എന്ന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വീണ്ടും ഭയം ജനിപ്പിക്കുന്ന പ്രചരണമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ അത് ഒരു വിധത്തിലും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, അത് കൗണ്ടർ പ്രൊഡക്റ്റീവായി മാറുന്നു എന്ന് തിരിച്ചറിഞ്ഞു. CPM ഉടനെ അവരുടെ നിലപാട് തകിടം മറിയുകയാണ്. CPM അന്ന് വരെ സ്വീകരിച്ചിരുന്ന ന്യൂനപക്ഷ അനുകൂല നിലപാട് മാറ്റി CPM തങ്ങളുടെ കാൽ കീഴിലെ മണ്ണ് BJP-യിലേക്ക് ഒലിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കടുത്ത വർഗീയ നിലപാടുകളിലേക്ക് മാറുകയാണ്. ആ വർഗീയ നിലപാടിലേക്ക് മാറുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. ശബരിമലയെയും കേരളത്തിലെ ഹിന്ദുക്കളെയും BJP-ക്ക് വിട്ടുകൊടുക്കില്ല എന്നാണ് CPM ഈ അയ്യപ്പ സംഗമത്തിൻ്റെ സംഘാടനത്തിലൂടെ പറയാൻ എന്നാണ് പല CPM നേതാക്കന്മാർ പറഞ്ഞത്. ഇതിലെ വർഗീയത എന്നല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്? നമുക്കറിയാം, കോൺഗ്രസ്സുകാരനായ ഒരു ഹിന്ദു ഒരു അമ്പലത്തിൽ പോയാൽ, ഒരു കുറി തൊട്ടാൽ അവനെ സംഘപരിവാറാക്കി കോൺഗ്രസ് ചാപ്പ കുത്തുന്ന പാരമ്പര്യമായിരുന്നു CPM-നുള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വത്തെക്കുറിച്ച് എത്രയേറെ വലിയ ക്ലാസ്സുകൾ എടുത്തവരാണ് ഇവരൊക്കെ. ഇവരാണ് ഇന്നിപ്പോൾ അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നത്. ഈ യോഗി ആദിത്യനാഥിനെ എന്തടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് ക്ഷണിച്ചത്? ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിരുന്നുവോ? എല്ലാ മുഖ്യമന്ത്രിമാരുടെയും സന്ദേശങ്ങൾ എത്തിയിരുന്നോ? സ്റ്റാലിനോടൊപ്പം യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചത് എന്ത് സന്ദേശമാണ് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ളത്? RSS-ന് ആരാണ് ഈ ആദിത്യനാഥ്? ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധ വർഗീയതയുടെ ഏറ്റവും വലിയ പ്രതിപുരുഷനായ, ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ, അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തുന്ന ഒരു ഭരണാധികാരിയായ യോഗി ആദിത്യനാഥിന് ബഹുമാന്യതയും സ്വീകാര്യതയും നൽകാൻ
ശബരിമല അയ്യപ്പൻ്റെ പേരിൽ സർവധർമ്മ സമഭാവത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ഈറ്റില്ലമായ ശബരിമല അയ്യപ്പൻ്റെ പേരിൽ ഉള്ള ഒരു സംഗമത്തിൽ ഇടകൊടുത്തു എന്നുള്ളത് കേരളത്തിലെ RSSൻ്റെ അജണ്ട നടപ്പാക്കിയല്ലാതെ മറ്റെന്താണ്? ഈ RSSൻ്റെ അജണ്ട നടപ്പിലാക്കാൻ ചൂട്ടുപിടിച്ചത്, അതിന് കൊടപിടിച്ചത്, ആ സന്ദേശം വായിച്ചത് VN വാസവനാണെന്നുള്ളത് ഒരു ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാർ കൂടുതൽ വരുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയാണ് ക്ഷണിച്ചത്. അതിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുണ്ട്, കർണാടക മുഖ്യമന്ത്രിയുണ്ട്, തെലങ്കാന മുഖ്യമന്ത്രിയുണ്ട്, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുണ്ട്, തമിഴ്നാട് മുഖ്യമന്ത്രിയുണ്ട്. എന്നാൽ തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു സന്ദേശം അയച്ചു. ഇത്രയും മുഖ്യമന്ത്രിമാരെ മാത്രമേ ക്ഷണിച്ചുള്ളൂ. അതെന്തുകൊണ്ട് ഈ ആദിത്യനാഥിന്റെ സന്ദേശം ഇവിടെ വായിക്കുക വഴി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ സന്ദേശമാണ്. ഈ ഹിന്ദു മത വിശ്വാസമുള്ള ഭക്തർ വരുന്ന ഒരു ശബരിമലയിലെ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചു. അവരിൽ രണ്ടുപേര് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. അതിൽ സാന്നിധ്യമില്ലെങ്കിലും ആശംസ അറിയിച്ചു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, സാന്നിധ്യമില്ലാതെ ആശംസ അറിയിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി. അവരുടെ രണ്ടുപേരുടെയും വായിച്ചു. നരേന്ദ്രമോദിയെ കാണാൻ പോയെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പാർട്ടിയാണിത്. നിങ്ങൾ ഓർക്കുന്നില്ലേ അതൊക്കെ? ആ യോഗി ആദിത്യനാഥിനെ പോലുള്ള ഒരാളുടെ ഇത് വായിക്കേണ്ട എന്താവശ്യമാണ് ഉള്ളത്? VN വാസവൻ അത് വായിച്ച VN വാസവന്റെ ചരിത്രം അതാണ്. VN വാസവൻ നർക്കോട്ടിക് ജിഹാദ് കേരളത്തിൽ നടത്തുന്നു എന്ന് പറഞ്ഞ ഒരു പുരോഹിതന്റെ അരമനയിൽ പോയി അദ്ദേഹം പണ്ഡിത ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞു. കേരളമാകെ വർഗീയ വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന, ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ ചരിത്ര പുരുഷൻ എന്ന് വിളിച്ചു. ഇപ്പോൾ ഇതാ യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനയും വായിക്കുന്നു. ഇതിലെല്ലാം കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കൾ ഞങ്ങളാണ് എന്ന് കേരളത്തിലെ ഹിന്ദു സമൂഹത്തോട് പറയാനായിട്ട് CPM ശ്രമിക്കുകയാണ്. കടുത്ത ഹിന്ദുത്വ നിലപാടുകളിലേക്ക് കേരളത്തിലെ CPM പോകുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ ആഗോള അയ്യപ്പ സംഗമമല്ല, ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ എന്ത് നിലപാടാണ് ഈ സർക്കാർ എടുക്കേണ്ടിയിരുന്നത്? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഭരണഘടനാപരം സുപ്രീം കോടതി വിധി അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും കാലത്ത് CPMലെ ഏതെങ്കിലും ഒരു പ്രതിനിധി യുവതീ പ്രവേശനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കോടതിയിൽ ഏതെങ്കിലും ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടോ ദിസാംസി? ഏതെങ്കിലും ഒരു CPM പ്രവർത്തക അല്ലെങ്കിൽ LDFലെ മറ്റേതെങ്കിലും പാർട്ടിയിലെ ഏതെങ്കിലും ഒരു പ്രവർത്തക ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്താൻ വേണ്ടി തയ്യാറെടുത്ത് വന്നിട്ടുണ്ടോ ദിസാംസി? സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് മാത്രമായിരുന്നില്ല, സുപ്രീം കോടതി വിധി ശബരിമലയിലെ സ്ത്രീ പ്രവേശമാണ് കേരളത്തിലെ സ്ത്രീ സമത്വത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഘട്ടം. അതുകൊണ്ട് എന്ത് വില കൊടുത്തും സ്ത്രീ പ്രവേശം നടത്തുമെന്നും അതിനെ സംഘപരിവാറിന് വളരാനുള്ള ഒരു അജണ്ടയാക്കി മാറ്റി ഒരു കേരളത്തിലെ വർഗീയമായി ധ്രുവീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പോയതിനെയാണ് കോൺഗ്രസ് എതിർത്തത്. Debate with Dr. Arun Kumar.